ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ +1 കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ഉണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷനൊക്കെ നേടിയെടുക്കുക എന്നുള്ളത് പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതാണ് മിസ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു കുട്ടി കാര്യം എൻ്റെ കുട്ടികളുടെ അടുത്ത് മിസ്സിന് പറയാനുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ഒത്തിരി സ്റ്റുഡൻസ് ആണ് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊത്തിരി പേർക്കാണ് ഫുൾ A+ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു പ്രതീകം പോലെ നമ്മളൊരു മൊമെൻറ്റോ എൻ്റെ കുട്ടികൾക്ക് തരാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മൊമെൻറ്റോ നിങ്ങൾക്ക് വീട്ടിലേക്ക് തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ഫുൾ A+ കിട്ടിയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും നമ്മുടെ എക്സാമിനറിൻ്റെ മൊമെൻറ്റോ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ മൊമെൻറ്റോ ലഭിക്കാനായിട്ട് നമ്മളൊരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും. ഗൂഗിൾ ഫോം നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ആയിരിക്കും, നിങ്ങളുടെ മെൻറ്റർ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് നിങ്ങളൊന്ന് ഫില്ല് ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും സ്നേഹത്തോടെ നമ്മൾ തരുന്ന ആ ഒരു സമ്മാനമാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയാണ്. നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റ്സ് ഒന്നും കൂടെ മിസ് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മിസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതായത് സ്പോർട്സ് കോട്ടയിൽ നമുക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോവുക, hscap.kerala.gov.in എന്ന് പറഞ്ഞിട്ട് ഇവിടെ മിസ് ഇവിടെ കാണുന്നുണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് സൈറ്റ് ഓപ്പൺ ആയിട്ട് വരിക. അവിടെ ഏറ്റവും താഴെയായിട്ട് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിൽ ഇതിൻ്റെ സ്റ്റെപ്പുകളാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു സ്പോർട്സ് കോട്ടയിൽ നമ്മൾ അഡ്മിഷൻ നേടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫിൽ ദ രജിസ്ട്രേഷൻ ഫോം ഓൺലൈൻ. അതായത് രജിസ്ട്രേഷൻ ഫോം എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് നമ്മൾ ഫിൽ ചെയ്യണം. ഓക്കെ, ആ ഫോം ഇതേ ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, രജിസ്റ്റർ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടോ, ഇവിടെ ആദ്യം ഹൗ ടു രജിസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് രജിസ്റ്റർ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഇവിടെ നമ്മുടെ 10ാം ക്ലാസ് പരീക്ഷയുടെ വിശദാംശങ്ങൾ നമ്മളിവിടെ കൊടുക്കാനായിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഏതാണ് നമ്മുടെ സ്കീം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതായത് നമ്മുടെ SSLC ആണോ അല്ലെങ്കിൽ SSLC 2007 to 2023 ആണോ, അത് ശ്രദ്ധിക്കട്ടെ. അതായത് ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുള്ള ആൾക്കാർക്കായിരിക്കും അത് വരിക. അപ്പം നിങ്ങൾ SSLC ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഇനി CBSE ആണെങ്കിൽ ദേ ഇവിടെ 4 എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. ICSE ആണെങ്കിൽ 5 എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി അതറാണെന്നുണ്ടെങ്കിൽ അതൊക്കെ. ഇപ്പം നമുക്ക് കൂടുതലായിട്ട് ആവശ്യം വരിക SSLC, CBSE, ദെൻ നമ്മുടെ ICSE, ഇതായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ട് വരിക. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യുക, ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, ഓക്കെ, നിങ്ങളുടെ SSLC രജിസ്ട്രേഷൻ നമ്പർ എന്താണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം പാസ്സായ വർഷം, ഓക്കെ, നമ്മൾ 2024 എല്ലാവരും പാസ്സായിട്ടുണ്ടായിരിക്കാം. ഇനി മന്ത് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, മാർച്ച് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, മന്ത് എന്ന് പറയുന്നത് മാർച്ച് ആയിരിക്കും. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിസ് കാണിച്ചാൽ 2024 മന്ത് നമുക്ക് മാർച്ചിൽ. ഓക്കെ, ദെൻ അതിനുശേഷം നിങ്ങൾ ജനിച്ച തീയതി എന്നാണ് എന്നുള്ളത് നിങ്ങൾ അവിടെ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഒരു ലെറ്റർ കാണുന്നുണ്ടോ, ഇവിടെ 351713 എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത്, അത് ഓരോന്നിലും മാറും. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാപ്ചർ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്താണോ കാണുന്നത് അത് ഇവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ഫോം നമ്മൾ എന്ത് ചെയ്തു, നമ്മളത് ഫിൽ ചെയ്തു. ഓക്കെ, അതിനുശേഷം അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ഫോം നമ്മൾ ഓൺലൈനായിട്ട് പൂരിപ്പിച്ചു. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുത്തു അല്ലേ, ഫൈനൽ സബ്മിഷൻ ഫോർ രജിസ്ട്രേഷൻ ഫോം. നമ്മൾ രജിസ്ട്രേഷൻ ഫോം എന്ത് ചെയ്തു, അന്തിമമായിട്ട് സമർപ്പിച്ചു, സബ്മിറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമുക്ക് ആ ഒരു ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ രജിസ്ട്രേഷൻ്റെ ഒരു സ്ലിപ്പ് അവിടെ നമുക്ക് കിട്ടും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കിട്ടുന്നതാണ് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സ്ലിപ്പ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഓക്കെ, ആ രജിസ്ട്രേഷൻ സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം നമ്മുടെ മികവുകൾ, നമ്മുടെ സ്പോർട്സിൽ ഉള്ള നമ്മുടെ മികവുകൾ തെളിയിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ സ്ലിപ്പും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും എന്ത് ചെയ്യണം, നമ്മുടെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ നമ്മൾ ഹാജരാക്കണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് നിങ്ങൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഓരോ ജില്ലയിലും അതിൻ്റേതായിട്ടുള്ള ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ബന്ധപ്പെടുക. ഓക്കെ, എല്ലാ സ്ഥലത്തും നേരിട്ട് പോയിട്ട് ഹാജരാകണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല. അതായത് അവർക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി നോക്കാം.
അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് മെയിൽ വഴിയായിട്ട് നമുക്ക് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും പിന്നെ അതേപോലെ തന്നെ ഈ സ്ലിപ്പും നമുക്ക് മെയിൽ വഴിയായിട്ട് അയക്കാനായിട്ട് സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ടായാലും പോയിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ നമ്മളിതെല്ലാം അതും സമർപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് ഒരു സ്കോർ കാർഡ് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഏകദേശം നിങ്ങൾക്ക് ജസ്റ്റ് മിസ് കാണിച്ചത് കഴിഞ്ഞ വർഷത്തെ ഒരു സ്കോർ കാർഡായിരുന്നു ഒരു കുട്ടിയുടെ. അപ്പോൾ അതിൽ മിസ് കുട്ടിയുടെ പേരൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇപ്പോൾ അത് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് സ്കോർ കാർഡ് കിട്ടുക. ഓക്കെ, അതിനുശേഷം സ്കോർ കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ അങ്ങനെ സ്കോർ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നീട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെ അപ്ലൈ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് ആ സമയമാകുമ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ലിങ്ക് അവിടെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ആ സമയത്ത് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെയായിട്ട് എൻ്റെ കുട്ടികൾക്ക് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് മുന്നോടിയായിട്ട് ഇത്രയും കാര്യങ്ങൾ ഇപ്പം തന്നെ ചെയ്തു വെക്കുക. പിന്നെ ഇതിൻ്റെ ഒരു സമയം മിസ് കാണിച്ചു തരാം. ഇത് ചെയ്യാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത് നമ്മുടെ സ്പോർട്സ് മികവ് രജിസ്ട്രേഷനും വെരിഫിക്കേഷനും 21 മുതൽ 29 വരെ മാത്രമാണ് നിങ്ങൾക്ക് സമയമുള്ളത്. ഓക്കെ, അതിനുള്ളിൽ നിങ്ങൾ ഈ ഇപ്പം മിസ് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, ജില്ലാ സ്പോർട്സ് കൗൺസിലായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിലുള്ള കാര്യങ്ങളും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും ഒക്കെ നിങ്ങൾ അയച്ചു കൊടുത്തിരിക്കണം. ഓക്കെ, പിന്നെ അതിനുശേഷം ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ട തീയതി 22 അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 30 പിന്നെ അതേപോലെ തന്നെ സ്പോർട്സ് കോട്ട മുഖ്യഘട്ട 1ാം അലോട്ട്മെന്റ് വരുന്ന ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 5/6/2024 വരുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട മുഖ്യഘട്ട അവസാന അലോട്ട്മെന്റ് തീയതി വരുന്നത് നമ്മുടെ ജൂൺ 19 ആയിട്ടായിരിക്കും അവസാനത്തെ അലോട്ട്മെന്റ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ ഒരു നമ്മുടെ വെരിഫിക്കേഷൻ രജിസ്ട്രേഷനൊക്കെ നിങ്ങൾ ഒരു 25 മുന്നേ തന്നെ ചെയ്തു വെച്ചോളൂ. ഓക്കെ, അവസാനത്തേക്കായിട്ട് മാറ്റി വെക്കേണ്ട, വേഗം തന്നെ അത് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഒരു കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, നമ്മൾ ഓൾറെഡി നമ്മുടെ നീറ്റ് നമ്മുടെ ഈ ഒരു +1 +2 പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ നീറ്റും കൂടെ അടിപൊളിയായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ റെസിഡൻഷ്യൽ ക്യാമ്പസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സീറ്റുകൾ നിങ്ങൾക്ക് ഒരു 5 സീറ്റും കൂടെ ബാക്കിയുള്ളൂ എന്നുള്ള കാര്യം മിസ് ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ ഒരു സീറ്റും കൂടെ മാത്രമുള്ളൂ, അതായത് ഒരു സീറ്റ് ഒരു CBSE സ്റ്റുഡൻറ്റിനും അതേപോലെ തന്നെ ഒരു സീറ്റ് ഒരു സ്റ്റേറ്റ് സ്റ്റുഡൻറ്റിനും വേണ്ടി നിങ്ങൾക്ക് റിമൈനിങ് ആയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ ജോയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് കറക്റ്റായിട്ട് നോക്കുക. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ കാണാം. ഓക്കെ, താങ്ക് യു.